നാദാപുരം നിയോജക മണ്ഡലത്തിലെ കോതോട് വെച്ചാണ് എന്റെ വാഹന വ്യൂഹത്തിന് നേരെ ഡിവൈഎഫ്ഐ CPM ആക്രമണമുണ്ടായി. ഏകദേശം 100-ലധികം വരുന്ന ഡിവൈഎഫ്ഐക്കാർ സംഘടിച്ചെത്തിയായിരുന്നു ആക്രമണം നടത്തിയത്. വണ്ടിയിൽ ഉണ്ടായിരുന്ന ഫ്ലാഗ് പോസ്റ്റ് അത് ഒടിച്ച് പിഴുതു മാറ്റാൻ വേണ്ടി ശ്രമിക്കുകയും ചെയ്തു. ഒരു സ്ഥാനാർത്ഥിയുടെ വാഹന വ്യൂഹത്തിന് നേരെ ആക്രമിക്കുക എന്ന നിലവാരം കുറഞ്ഞ രാഷ്ട്രീയ പാപ്പരത്വം, അത്തരത്തിലുള്ള നിലവാരം കുറഞ്ഞ രീതിയിലേക്ക് CPM അധപ്പതിച്ചിരിക്കുകയാണ്. അത്യന്തം പ്രതിഷേധം. വടകരയിലെ ഭാരതീയ ജനതാ പാർട്ടിയുടെ സ്ഥാനാർത്ഥിയായിട്ടുള്ള പ്രഫുൽ കൃഷ്ണയെ നാദാപുരത്ത് വെച്ച് ഡിവൈഎഫ്ഐ ഗുണ്ടകൾ ആക്രമിച്ചിട്ടുള്ളതാണ് സ്ഥാനാർത്ഥി പറയുന്നതായിട്ട് തന്നെ നമ്മളൊക്കെ തന്നെ കേട്ടിട്ടുള്ളത്. ഇത് നടന്നിട്ട് ഇപ്പോൾ കുറച്ച് ദിവസങ്ങളായി. നിങ്ങളോടൊക്കെ തന്നെ ചോദിക്കാനുള്ളത്, നമ്മുടെ കേരളത്തിലെ എത്ര മാധ്യമങ്ങളിലൂടെ നിങ്ങൾ ഈ വാർത്ത കേട്ടു? ഇവിടെയുള്ള ബഹുഭൂരിപക്ഷ മാധ്യമങ്ങളും ഇടതിനും വലതിനും വേണ്ടി വർക്ക് ചെയ്യുന്നതാണ് എന്ന് ഈ വാർത്ത പോലും കൊടുക്കാതിരിക്കുമ്പോൾ വളരെ ലളിതമായിട്ട് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. രാജ്യം ഭരിക്കുന്ന ഒരു പാർട്ടിയുടെ സ്ഥാനാർത്ഥിയെ ഡിവൈഎഫ്ഐ ഗുണ്ടകൾ ആക്രമിച്ചിട്ടും അതുമായി ബന്ധപ്പെട്ട് യാതൊരു ചർച്ചയും നമ്മുടെ കേരളത്തിൽ ഇല്ല. നമ്മൾ പ്രത്യേകം ഓർക്കണം, ഇവരുടെ ഇതേ മണ്ഡലത്തിലെ പാനൂരിൽ വെച്ചിട്ടാണ് സഖാവായിട്ടുള്ള ഒരു വ്യക്തിയുടെ കയ്യിൽ നിന്ന് ബോംബ് പൊട്ടിയിട്ട് മറ്റാളുകൾ ഗുരുതരമായിട്ട് പരിക്കേറ്റിട്ടുണ്ട്, ഒരാൾ മരണപ്പെടുക ഉൾപ്പെടെ ചെയ്തിട്ടുണ്ട്. ഇത്രത്തോളം ഗൗരവമായിട്ടുള്ള വിഷയം നടക്കുന്ന ഒരു മണ്ഡലത്തിലെ സ്ഥാനാർത്ഥിയെ ആക്രമിച്ചിട്ട് ഇവിടെ യാതൊരു ചർച്ചയുമില്ല. നമ്മുടെ മാധ്യമങ്ങൾ ഇടതിനും വലതിനും വേണ്ടി മാത്രമേ പ്രവർത്തിക്കുന്നുള്ളൂ എന്ന് ഇതിലപ്പുറം എന്ത് തെളിവാണ് വേണ്ടത്? നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ. നമ്മുടെ കേരളത്തില് കൊല്ലത്ത് കൃഷ്ണകുമാറിനെ SFI ക്രിമിനൽ സംഘം ക്യാമ്പസിൽ വെച്ചിട്ട് തടഞ്ഞു വെക്കുന്നു. അതേപോലെ തന്നെ പൊന്നാനിയിലെ മണ്ഡലം സ്ഥാനാർത്ഥിയായിട്ടുള്ള പൊന്നാനി മണ്ഡലത്തിലുള്ള ഭാരതീയ ജനതാ പാർട്ടിയുടെ സ്ഥാനാർത്ഥിയായിട്ടുള്ള അവരെയും അവിടെ തടഞ്ഞു വെക്കുന്നു. KMCT ലോ കോളേജിലെ SFI ക്രിമിനൽ സംഘവും MSFകാരും കൂടിയിട്ടാണ് പൊന്നാനിയിൽ തടഞ്ഞു വെക്കുന്നത്. വടകരയിലെത്തുമ്പോൾ ഇവിടെ ഡിവൈഎഫ്ഐ ഗുണ്ടകള് വാഹനത്തെ ആക്രമിക്കുന്നു. ഇതൊന്നും ചർച്ച ചെയ്യാൻ നമ്മുടെ കേരളത്തിലെ ഒരു മാധ്യമവും തയ്യാറല്ല എന്നുള്ളത് വളരെ ഖേദകരം തന്നെയാണ്. അവരോടൊക്കെ തന്നെ പറയാനുള്ളത്, നിങ്ങളൊക്കെ എന്ത് ജനാധിപത്യത്തെ കുറിച്ചാണ് നിങ്ങളൊക്കെ ഉയർത്തിപ്പിടിക്കുന്നത്? എന്ത് സ്വാതന്ത്ര്യത്തെ കുറിച്ചാണ് നിങ്ങളൊക്കെ ഉയർത്തിപ്പിടിക്കുന്നത്? നമ്മുടെ ജനാധിപത്യം, നമ്മുടെ രാജ്യത്തിന്റെ മഹത്തായ ജനാധിപത്യ പ്രക്രിയയാണ് ഈ ഗുണ്ടകളൊക്കെ തടഞ്ഞു വെക്കുന്നത്. അത് രാജ്യദ്രോഹ കുറ്റമാണ്. ഒരു രീതിയിലുള്ള തെറ്റ് ചെയ്തിട്ടും നമ്മുടെ മാധ്യമങ്ങൾക്ക് അത് ചർച്ച ചെയ്യുകയേ വേണ്ട. ഈ പ്രഫുൽ കൃഷ്ണയൊക്കെ ഇതുപോലെ ആക്രമിക്കാൻ ഡിവൈഎഫ്ഐ ഗുണ്ടകൾ വരുന്നുണ്ട് എങ്കിൽ നമ്മൾ മനസ്സിലാക്കണം, ഈ വടകരയൊക്കെയായി ബന്ധപ്പെട്ട് എല്ലാ മാധ്യമങ്ങളും പ്രധാനമായിട്ടും ഉയർത്തിപ്പിടിക്കുന്നത് അവിടെ മത്സരം നടക്കുന്നത് ഷാഫി പറമ്പിലും ശൈലജ ടീച്ചറും തമ്മിലാണ് എന്നൊക്കെ നിരന്തരം വിളിച്ചു പറയുന്നുണ്ട്. പക്ഷെ ഈ ഒരു ആക്രമണമൊക്കെ കേൾക്കുമ്പോൾ നമ്മൾ എന്താണ് മനസ്സിലാക്കേണ്ടത്? അവിടെയുള്ള ഡിവൈഎഫ്ഐക്കാർ ഉൾപ്പെടെ മനസ്സിലാക്കിയിരിക്കുന്നു, പ്രഫുൽ കൃഷ്ണ ഇടത് അനുഭാവികളുടെ വളരെ വലിയ രീതിയിലുള്ള വോട്ട് പിടിക്കും. അതേപോലെ തന്നെ വലത് കേന്ദ്രങ്ങളിൽ നിന്നൊക്കെ പ്രഫുൽ കൃഷ്ണ വളരെ വ്യക്തമായിട്ട് വോട്ടുകൾ പിടിക്കുമെന്നുള്ള തിരിച്ചറിവിന്റെ ഭാഗമായിട്ട് തന്നെയാണ് ഈ പ്രഫുൽ കൃഷ്ണയൊക്കെ ആക്രമിക്കുന്നത്. അവിടെയൊക്കെ CPM അണികളെ പിടിച്ചു നിർത്തുന്നത് പോലും സ്ഥാനാർത്ഥികളെയൊക്കെ ആക്രമിച്ചിട്ട് അവിടെ പോയാൽ ഇതായിരിക്കും അവസ്ഥ എന്നുള്ള ഒരു സാഹചര്യം സൃഷ്ടിക്കുന്നതിനും ആ ഒരു സൂചന കൊടുക്കുന്നതിനും വേണ്ടിയാണ് ഇതുപോലെയുള്ള ആക്രമണങ്ങൾ ഡിവൈഎഫ്ഐ ഗുണ്ടകളൊക്കെ നിരന്തരം നടത്താറുള്ളത്. പക്ഷേ ഒരു കാര്യം വടകരയിൽ വളരെ വ്യക്തമാണ്, ഇതുപോലൊരു ആക്രമണം ഈ പ്രഫുൽ കൃഷ്ണക്ക് നേരെ ഉണ്ടായതോട് കൂടിയിട്ട് വളരെ വലിയൊരു ചിത്രമാണ് വടകരയിൽ വന്നിട്ടുള്ളത്. ഇടതു വലത് കേന്ദ്രങ്ങളിൽ നിന്ന് പ്രഫുൽ കൃഷ്ണ വളരെ വ്യക്തമായിട്ട് വലിയ രീതിയിൽ വോട്ട് പിടിക്കുമെന്നുള്ളതാണ് യാഥാർത്ഥ്യം. പ്രഫുൽ കൃഷ്ണ നടത്തുന്ന വടകരയിലെ ഓരോ പ്രോഗ്രാമുകളും എടുത്തു നോക്കിയാൽ വളരെ വലിയ ജനപങ്കാളിത്തമുണ്ട് എന്നുള്ളതും വളരെ വലിയൊരു യാഥാർത്ഥ്യം തന്നെയാണ്.